ഹായ് ദോസ്തോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുമാർ, കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ ഹിന്ദി ഫാക്കൽറ്റിയാണ്. അപ്പോൾ ഈ ഒരു 2-3 വർഷമായിട്ട് ഹിന്ദി ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയൊരു സംശയമാണ്, വലിയൊരു സംശയമാണ്. ഓക്കെ, അത് എന്താണെന്ന് നമുക്ക് ആദ്യം അറിയണ്ടേ. ഈ വരും വർഷങ്ങളിൽ സർക്കാർ തലത്തിൽ നിരവധി ഹിന്ദി അധ്യാപക അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ വേക്കൻസികൾ ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പം നിൽക്കുന്ന ഹിന്ദി ഉദ്യോഗാർത്ഥികൾക്ക് ആർക്കൊക്കെ അതിന് അപേക്ഷിക്കാം? പൊതുവെ ഉദ്യോഗാർത്ഥികളുടെ സംശയമാണ്, ഞങ്ങൾക്ക് കേട്ടറ്റിന് അപേക്ഷിക്കാവോ, UPSC ആയിട്ട് അപേക്ഷിക്കാൻ പറ്റുമോ എന്നൊക്കെ സംശയങ്ങളുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുന്നിൽ ചർച്ച ചെയ്യാൻ പോകുന്നതും അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ആർക്കൊക്കെ ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, അതായത് ഭാഷാധ്യാപകർക്കുള്ളതാണ് ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, അതിൽ പാർട്ട് ടൈം ഉണ്ട്, ഫുൾ ടൈം ഉണ്ട്. ഈ തസ്തികയിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ വിഷയം ഹിന്ദിയാണല്ലോ, അതിൽ അപേക്ഷിക്കാൻ ആരൊക്കെ യോഗ്യരാണ് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ ഞാൻ പറയട്ടെ, ഹിന്ദി അധ്യാപകൻ്റെ, അത് UP ഹിന്ദി അധ്യാപകൻ്റെ യോഗ്യതകൾ എന്താണ്, എന്തൊക്കെ ആയിരിക്കണം എന്ന് ഞാൻ ആദ്യം സൂചിപ്പിക്കാം. അതായത് ഇതുവരെ ഉണ്ടായുള്ള കാഴ്ചപ്പാട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ് UP ക്ലാസ്സുകളിൽ ഹിന്ദി പഠിപ്പിക്കുന്ന അധ്യാപകരെയാണ് ഹിന്ദി ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ പാർട്ട് ടൈം ഉണ്ട്, ഫുൾ ടൈം ഉണ്ട്. ഇവർക്ക് വേണ്ട ബേസിക് ക്വാളിഫിക്കേഷൻ, അതായത് 10ാം ക്ലാസ്സും ഹിന്ദി പ്രചാർ സഭയുടെ പ്രവീൺ അല്ലെങ്കിൽ ഹിന്ദി പ്രചാർ സഭയുടെ സാഹിത്യാചാര്യ, അതല്ലെങ്കിൽ 10ാം ക്ലാസ്സും ഹിന്ദി പ്രചാർ സഭയുടെ, കേരള ഹിന്ദി പ്രചാർ സഭയുടെ ഭൂഷൺ പരീക്ഷയും ദക്ഷിൺ ഭാരത് ഹിന്ദി പ്രചാർ സഭയുടെ വിശാരദ പരീക്ഷയും. അപ്പോൾ ഈ ടൈറ്റിൽ കോഴ്സുകൾ വിശാരദ് അല്ലെങ്കിൽ പ്രവീൺ, ഭൂഷൺ അല്ലെങ്കിൽ സാഹിത്യാചാര്യ എന്നീ കോഴ്സുകൾ പാസ്സായവർക്ക് UP തലം വരെ ഹിന്ദി പഠിപ്പിക്കാൻ ഗവൺമെൻറ് തലത്തിലും എയ്ഡഡ് തലത്തിലും ഹിന്ദി പഠിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. അതായിരുന്നു അവരുടെ മിനിമം യോഗ്യത. ഇന്ന് അതിൻ്റെ കാഴ്ചപ്പാടിന് കുറേ മാറ്റം വന്നിരിക്കുകയാണ്. അപ്പം ഇന്ന് പറയുന്നത്, ഇവർക്ക് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, UPയിൽ ഹിന്ദി പഠിപ്പിക്കുന്നതിന് ട്രെയിനിങ്, അധ്യാപക പരിശീലനം, 1 വർഷത്തെ ലാംഗ്വേജ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്, അല്ലെങ്കിൽ ഭാഷാധ്യാപക ഡിപ്ലോമ, അതല്ലെങ്കിൽ BEd എന്നിവയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ അത് അധിക യോഗ്യതയാണ്. ഇത്ര മതി. 10ാം ക്ലാസ് പാസ്സായിരിക്കണം, പ്ലസ് കേരള ഹിന്ദി പ്രചാര സഭയുടെ ഭൂഷൺ അല്ലെങ്കിൽ സാഹിത്യാചാര്യ, ദക്ഷിൺ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ വിശാരദ് അല്ലെങ്കിൽ പ്രവീൺ, ഇതായിരുന്നു യോഗ്യത. ഇപ്പോൾ ആ മാനദണ്ഡത്തിന് ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി. അതായത് ഡിഗ്രി ആവശ്യപ്പെടുന്നുണ്ട്. 2019 വരെയുള്ള ക്വാളിഫൈഡായ ആളുകൾക്ക് കേട്ടറ്റ് 4ന് അപേക്ഷിക്കാം എന്ന് പറയുന്നു. പക്ഷേ അതിനുശേഷം കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ BA BEd ബിരുദം വേണം. BA ഉള്ളവർക്കും MA ഉള്ളവർക്കും ഒക്കെ UPSC ഹിന്ദിക്ക്, ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദിക്ക് അപേക്ഷിക്കാം. അവർക്ക് BEdൻ്റെ ആവശ്യമില്ല. പക്ഷേ ഹൈസ്കൂളിലേക്ക് പോകുമ്പോൾ BEd അല്ലെങ്കിൽ ട്രെയിനിങ് യോഗ്യത, ഭാഷാധ്യാപക പരിശീലനം നിർബന്ധമാണ്. അപ്പോൾ ഈ കാലക്രമത്തിൽ മാറ്റങ്ങൾ വരും. ഇപ്പോൾ പ്രവീൺ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ട്രെയിനിങ് ഉണ്ടായിരിക്കണം, സാഹിത്യാചാര്യ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ 1 വർഷത്തെ ട്രെയിനിങ് പാസ്സായിരിക്കണം, പ്ലസ് കേട്ടറ്റ് യോഗ്യത ഉണ്ടായിരിക്കണം. ഇത്ര ഉണ്ടെങ്കിൽ ഇനിയുള്ള കാലങ്ങളിൽ നിയമനം കിട്ടുകയുള്ളൂ. പക്ഷെ അത് ഇത്രാം തീയതി മുതലാണ് എന്ന് ഓർഡർ വന്നിട്ടില്ല. 2019 PSC വിജ്ഞാപനം അല്ലെങ്കിൽ കേട്ടറ്റ് വിജ്ഞാപനത്തിൽ പറയുന്ന ബന്ധപ്പെട്ട ഭാഷയിൽ ഉള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബിരുദം, അത് ഉറുദു ഉണ്ട്, അറബിയുണ്ട്, അങ്ങനെയൊക്കെയുള്ള കുറേ വിഭാഗങ്ങളുണ്ട്, സംസ്കൃതമുണ്ട്. ഇതിനെല്ലാത്തിനും കൂടി പറഞ്ഞിട്ടുള്ള പൊതുവായ കാര്യങ്ങളാണ്. മാറ്റങ്ങൾ വരും ഭാവിയിൽ. അത് എന്ന് മുതൽ എന്ന് പറയുന്നില്ല. പക്ഷേ ഇനിയുള്ള കാലത്ത് ഹിന്ദി പഠിച്ചു നിൽക്കുന്ന എല്ലാവരും, അതായത് അധ്യാപകനാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ബിരുദമെടുക്കുക, അതിനോടൊപ്പം തന്നെ BEdും നേടുക. എങ്കിൽ മാത്രമേ
ഉറപ്പ് ഉള്ള ഒരു ജോലി നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ സർവീസിലിരിക്കുന്ന ഇപ്പം തന്നെ ഉണ്ടല്ലോ, സർവീസിൽ ഇത്ര വർഷം പാസ്സായവർ കേട്ടറ്റ് പാസ്സാകണ്ട, ഇത്ര വർഷം മുതൽ സർവീസിലുള്ളവർ കേട്ടറ്റ് പാസ്സാകണ്ട എന്നൊരു എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. പുതുതായി കയറുന്ന എല്ലാവരും വേണം. കേട്ടറ്റ് പാസ്സാകണമെങ്കിൽ അതിന് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഈ വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് അതിനോടൊപ്പം തന്നെ ട്രെയിനിങ് യോഗ്യത. ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് ഞാനിപ്പോൾ നിങ്ങൾക്കായിട്ട് വായിക്കാം. കേരള വിദ്യാഭ്യാസ നിയമത്തിലെ അധ്യായം 31 പരാമർശിച്ചിരിക്കുന്നത് പോലെ അറബി, ഹിന്ദി, സംസ്കൃതം, ഉറുദു അപ്പർ പ്രൈമറി തലം വരെ ഭാഷാ അധ്യാപകർ, സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകർ എന്നീ തസ്തികകളിലേക്ക് യോഗ്യത നേടിയവർക്ക് കേട്ടറ്റ് 4 അപേക്ഷിക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ മറ്റ് തത്തുല്യ യോഗ്യത പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും വിഷയത്തിൽ അധ്യാപനത്തിലുള്ള സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ ഓർ ബിരുദം നേടിയ, ബിരുദം എന്ന് പറഞ്ഞ സർവകലാശാലകൾ, NCTE പരീക്ഷാ ബോർഡ്, കേരള സർക്കാർ എന്നിവയുടെ അംഗീകാരമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കേട്ടറ്റ് 4 അപേക്ഷിക്കാൻ അർഹതയുണ്ട്. ഇതാണ് സർക്കാർ 2019 ഔദ്യോഗികമായി ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും UP ഹിന്ദി അധ്യാപകൻ്റെ ബേസിക് യോഗ്യത എന്തായിരിക്കണം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചൊരു ധാരണയുണ്ടായല്ലോ അല്ലേ? അപ്പോൾ വരും കാലങ്ങളിൽ UP ഹിന്ദി ഭാഷ പഠിപ്പിക്കുന്നവർക്ക്, UP അധ്യാപകർക്ക് അത് പറയുന്നത് മിനിമം കുറഞ്ഞ യോഗ്യതയുള്ള തസ്തികകളെന്നാണ് പറയുന്നത്. UP ഹിന്ദി അധ്യാപകരെ, അറബിക്ക്, ഉറുദു മുതലായവരെയൊക്കെ. അപ്പം ഇവർക്കെല്ലാവർക്കും ഈ ഒരു കാര്യം ചെയ്തേ പറ്റുള്ളൂ. അവർ യൂണിവേഴ്സിറ്റി ഡിഗ്രി എടുക്കേണ്ടി വരും, BEd എടുക്കേണ്ടി വരും. ഇത് രണ്ടും ബേസിക്കാകുന്ന ഒരു നിലപാടിലേക്ക് വരും കാലങ്ങളിൽ എത്തിച്ചേരും എന്നുള്ളത് ഉറപ്പായ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫല്ലേ വലുത്. നമ്മളെന്ത് ചെയ്യണം? ഇനിയൊരു തലമുറ ഡിഗ്രിയും BEdും നേടി ധൈര്യസമേതം, ഇതുപോലെ സംശയത്തോടു കൂടിയല്ല, സംശയരഹിതമായിട്ട് PSC പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ കേട്ടറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ യോഗ്യത നേടിയവരായിരിക്കണം. അപ്പം ഏറെക്കുറെ നിങ്ങളുടെ സംശയങ്ങൾ ഇതിലൂടെ തീർന്നു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇതുവരെ ചാനൽ നോക്കിയിട്ടില്ലാത്ത ആളുകൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ ഇത് പ്രചരിപ്പിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്കും അത് എത്തിച്ചു കൊടുക്കുക. എല്ലാവരും നല്ലൊരു ഹിന്ദി അധ്യാപകരായി തീരാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.